പത്രങ്ങൾ വായിക്കുമ്പോൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിനകത്ത് ഒരുപാട് ഡിസൈനുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ ചില ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ഗ്രൗണ്ടിൽ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ നിൽക്കുന്നത് പോലെയും ചില ഇലകൾക്ക് പിന്നിൽ ടെക്സ്റ്റ് നിൽക്കുന്നത് പോലെയൊക്കെ പലതരം ഡിസൈനുകൾ നമ്മൾ കാണാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വിവിധതരം എഡിറ്റിങ്ങുകൾ. ചില ചിത്രത്തിന് പുറകിൽ നമ്മുടെ ടെക്സ്റ്റുകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിലത്ത് നിൽക്കുന്നത് പോലെ, അങ്ങനെ പല ഡിസൈനുകളിൽ നമ്മൾ ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചെയ്യാൻ അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഫോട്ടോഷോപ്പ് പോലെ എഡിറ്റർ ഉപയോഗിക്കാം. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിലും ചെറിയ സെക്കൻഡുകൾ കൊണ്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. പല സിനിമാ പോസ്റ്ററുകളിലും പല സിനിമകളിലും നമ്മൾ ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ഒരു സംഭവം ചെയ്യാൻ സാധിക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ലെറ്റ്സ് ബിഗിൻ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യു ആർ നൗ വാച്ചിങ് നൈസ് വേൾഡ് ഗ്രൂപ്പ്. ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് സ്നാപ്സീഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായിട്ട് നമുക്ക് ഈ സ്നാപ്സീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്സ് മെനുവിൽ നിന്നും സ്നാപ്സീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡാർക്ക് മോഡാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് മോഡ് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ നിന്ന് മാറ്റം വരുത്താം. തുടർന്ന് ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിലേക്ക് പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം സെലക്ട് ചെയ്യാം. നിങ്ങൾ ഇതിനു മുമ്പ് എടുത്ത് വെച്ച ചിത്രം ഇതുപോലെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എഫക്റ്റുകൾ താഴെ നിന്ന് കൊടുക്കാം. താഴെ നിന്ന് എഫക്റ്റുകൾ കൊടുത്ത ശേഷം ആവശ്യാനുസരണം ചിത്രത്തെ ക്രോപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ്. ആവശ്യാനുസരണം നിങ്ങൾ ഇതിനെ ക്രോപ്പ് ചെയ്ത് മാറ്റുക. ക്രോപ്പ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്ന് താഴെയുള്ള ടൂൾസിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ടൂൾസിൽ നിന്നും ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നൈസ് വേൾഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റാണ് ഞാനിപ്പോൾ നൽകിയിട്ടുള്ളത്. തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരണം അതിനെ വലുതാക്കാം, ചെറുതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്ത് അത് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഞാനിപ്പോൾ അല്പം വലുതാക്കി റെഡിയാക്കി വെക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആയി എന്ന് കാണുമ്പോൾ താഴെയായിട്ടുള്ള ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും. ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ട് ഒരു ചിഹ്നമുണ്ട്, ഒരു ചെറിയ ഒരു ലെയറിൻ്റെ ചിഹ്നം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും ക്ലിക്ക് ചെയ്താൽ വരുന്ന 3 ഓപ്ഷനിൽ നടുവിലെത്തിയത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് താഴെ ഏറ്റവും സൈഡിലായിട്ട് ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മുഴുവൻ ചുവപ്പ് നിറമാവും. തുടർന്ന് താഴെ ഒരു ഏറോ കീ ഡൗൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ 0 ആകും. തുടർന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് മായ്ക്കേണ്ട സ്ഥലം മുഴുവൻ ഇതുപോലെ മായ്ക്കുക. ഇത്തരത്തിൽ മായ്ച്ച ശേഷം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്സൂം ചെയ്യുക. തുടർന്ന് താഴെ ടിക്ക് മാർക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം ഒന്ന് ഔട്ട്സൂം ചെയ്താൽ നിങ്ങളുടെ ചിത്രം വളരെ പെർഫെക്റ്റ് ആയി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടർന്ന് ടൂൾസിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഞാനിപ്പോൾ അല്പം അതിനെ മനോഹരമാക്കാൻ വേണ്ടി ഒന്ന് ബ്ലറും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത്തരത്തിലുള്ള ചെറിയ ടച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതിൽ നിന്ന് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് ഇതുപോലെ പോകാൻ സാധിക്കുകയും ഗാലറിയിൽ നിന്നും നിങ്ങൾ എഡിറ്റ് ചെയ്ത ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. വളരെ മനോഹരമായിട്ട് നമ്മുടെ ഒരു ചിത്രം റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചിത്രം എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. കൂടുതൽ അറിയും വിനോദമായി വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമായി വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ അറിയും വിനോദമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ദർശിത്. ഗുഡ് ബൈ.